ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു ധ്വനി എന്നൊരു പരീക്ഷണ മിസൈൽ, അതിനെക്കുറിച്ച് എന്താണ് പ്രിയൻ പറയാനുള്ളത്? അതായത് ധ്വനി എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈൽ ഒന്നാണ്. ഇന്ത്യ ആ രംഗത്തേക്ക് വലിയ നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. അതായത് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള മിസൈലുകളേക്കാൾ ഇതിന് വളരെയധികം വ്യത്യാസമുണ്ട്. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗത്തിലാണിത് സഞ്ചരിക്കുന്നത്. അതായത് ശബ്ദത്തിൻ്റെ സഞ്ചാര വേഗത എന്ന് പറയുന്നതിനേക്കാൾ 5 മടങ്ങ് വേഗം എന്ന് പറയുമ്പോൾ അതീവമായിട്ടുള്ളത് കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ്. അതായത് ഒരു പ്രതിരോധ സംവിധാനത്തിനൊന്നും, മിസൈൽ പ്രതിരോധ സംവിധാനത്തിനൊന്നും ഇതിനെ തകർക്കാൻ കഴിയില്ല. 6500 കിലോമീറ്റർ വേഗത വരെ ഇതിന് മണിക്കൂറിലുണ്ടായിരിക്കും. അത്രയും കണ്ണട ചേർക്കുന്ന നേരം മുമ്പ് ഈ ലക്ഷ്യത്തിലെത്താനുള്ള ശേഷി ഇതിനുണ്ട്. ഇത് വലിയ നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ നേട്ടത്തിൻ്റെ വലിപ്പം എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെക്നോളജി ഇന്ന് കയ്യിലുള്ളത് അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമാണ്. ആ 3 രാജ്യങ്ങളിലേക്കാണ്. അതായത് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ ഒന്നിന് ഈ 3 രാജ്യങ്ങൾക്ക് തൊട്ട് പിന്നില്ല ഇന്ത്യയും കൂടെ അതേ സ്ഥാനത്തേക്ക് എത്തുകയാണ്, ആ ക്ലബിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ഇത് DRDO ആണ് വികസിപ്പിച്ചത്. കഴിഞ്ഞ നമ്മുടെ പ്രതിരോധ മേളയിൽ ഇതിനെ പ്രദർശിപ്പിച്ചിരുന്നു. 9 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും ഉള്ളതാണ് ഈ ആയുധം. ഇത് സാധാരണ മിസൈലുകളുടെ രൂപത്തിലല്ല ഉള്ളത്. അതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത. നമ്മുടെ അമേരിക്കയുടെ B-2 ബോംബറിനെയൊക്കെ പോലെ ഉള്ളൊരു ഷേപ്പാണ്. അതായത് ഒരു കോണിന് എടുത്തിട്ട് ഒന്ന് ഇതിനെ അമർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമ്മളൊരു ഒരു കോണായിട്ട് പേപ്പർ മടക്കിയതിന് ശേഷം അതിനെ എടുത്ത് അമർത്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു എയറോഡൈനാമിക് ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായ വേഗത്തിൽ പോകാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ വേറെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ മിസൈലുകളെ പോലെ സർഫസ് ടു എയറോ ഇല്ലെങ്കിൽ സർഫസ് ടു സർഫസോ പോകുന്ന ഒരു മിസൈലല്ല. പകരം ഇത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് ഭൂമിയുടെ ഉപരിതലത്തിന് വെളിയിലേക്ക് പോകും, ഭൂമിയുടെ ഭൗമ അന്തരീക്ഷത്തിന് വെളിയിലേക്ക് പോകും. ആ ഭൗമ അന്തരീക്ഷത്തിന് വെളിയിൽ പോയിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ബൂസ്റ്റർ മിസൈലുകളുടെ സഹായത്തോടു കൂടി, ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായത്തോടു കൂടി, അതിൽ ഘടിപ്പിച്ചിട്ടുള്ള റോക്കറ്റുകളുടെ സഹായത്തോടു കൂടി വെളിയിലേക്ക് പോകും. ഭൗമ അന്തരീക്ഷത്തിന് വെളിയിൽ നിന്ന് ഗുരുത്വാകർഷണത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് അതീവമായ വേഗതയിൽ ഇത് വരും. അങ്ങനെ കടന്നു വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആ ശക്തി ഉപയോഗിച്ചാണ്, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ കടന്നു കഴിയുമ്പോഴത്തേക്കും ആ അതീവ സ്പീഡും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹൈപ്പർസോണിക് വേഗത ഇത് കൈവരിക്കുന്നത്. ഇതിൻ്റെ ബ്ലെൻഡഡ് വിങ് ബോഡി ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ആ മുന്നിലുള്ള വായുവിനെ വലിച്ചെടുത്ത് കത്തിച്ച് പുറത്തേക്ക് അതിവേഗത്തിൽ വിടുമ്പോൾ ഇത് മുന്നിലൊരു വാക്വം സൃഷ്ടിക്കുക, ആ വാക്വത്തിലേക്കാണ് ഇത് കടന്നു പോകുന്നത്. അങ്ങനെ ഇത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതിൻ്റെ വേറെ പ്രത്യേകത, ഈ പറഞ്ഞ പോലെ പ്രതിരോധ സംവിധാനങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തകർക്കാൻ കഴിയില്ല. അത് മിസൈൽ പ്രതിരോധ സംവിധാനം ഇപ്പം നമ്മൾ S-400 റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇറാന് സ്വന്തമായിട്ടുള്ള S-300 ആണ്. അപ്പോൾ ഇതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇപ്പം നമ്മൾ കാണാറുണ്ടല്ലോ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വെച്ച് ഇങ്ങനെ പൊട്ടി പോകുന്നത്, പൂത്തിരി കത്തും പോലെ. പക്ഷെ ആ ഒരു സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ തകർക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു സെൻസറിങ് കപ്പാസിറ്റിക്ക് മുകളിലാണ് ഇതിൻ്റെ വേഗത. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 4 രാജ്യങ്ങൾക്ക് മാത്രം, ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങൾക്ക് മാത്രം. അതായത് ഇപ്പോൾ ഈ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്ത് NDA സർക്കാർ ഉണ്ടാക്കിയ വൻ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായിട്ട് വേണം അതിനെ നോക്കിക്കാണാം. അത് മാത്രമല്ല, ഇപ്പോൾ പ്രിയൻ പറഞ്ഞ പോലെ ഈ 4 രാജ്യങ്ങൾക്കൊപ്പം ആകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയധികം സവിശേഷതകളുള്ള ധ്വനി എന്ന ഈ മിസൈലിനെ സംബന്ധിച്ച് അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് ഈ മിസൈലിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയും. നമ്മുടെ ഏറ്റവും സ്പീഡുള്ള അല്ലെങ്കിൽ ഏറ്റവും മാരകമായിട്ടുള്ള അഗ്നി സീരീസിലുള്ള മിസൈലുകളാണ് നമുക്കുള്ളത്. അഗ്നി സീരീസിൽ തന്നെ 5ാമത്തെ അഗ്നി മിസൈൽ, അഗ്നി 5 എന്ന് പറയുന്ന മിസൈലാണ് അതിവേഗത്തിലും അതീവമായ ദൂരത്തിലും 5000 കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ളതാണത്. 5000 മുതൽ 6000 7000 വരെ പോകുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ശേഷി കുറച്ചേ പറയുള്ളൂ, കാരണം ശത്രു നമ്മളെ അളക്കാതിരിക്കും. പക്ഷെ ചൈന പറയും, കൃത്യമായിട്ട് പറയും, ഇന്ത്യ ഇത് വികസിപ്പിച്ചിട്ടുണ്ട്, അത് അതിനേക്കാൾ അവർ പറയുന്നതിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ ദൂരത്തിൽ പോകുന്നതാണ് എന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6500 മുതൽ, ഇതിൻ്റെ ദൂരപരിധി ഇതുവരെ DRDO വെളിയിൽ വിട്ടിട്ടില്ല, എത്ര ദൂരം പോകാൻ കഴിയും. കാരണം ഈ ദൂരപരിധി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് ഭൗമ അന്തരീക്ഷത്തിന് വെളിയിൽ പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ എത്ര ദൂരം വേണമെങ്കിലും ഇതിന് നിമിഷ നേരം കൊണ്ട് താണ്ടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏകദേശം 6500 മുതൽ 10000 കിലോമീറ്റർ വരെ നിഷ്പ്രയാസം ഈ മിസൈലിന് ചെല്ലാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത
നമ്മൾ ചൊവ്വയിലേക്ക് ഈ ചൊവ്വ ദൗത്യത്തിലേക്ക് അയച്ചല്ലോ. അപ്പോൾ ചൊവ്വ ദൗത്യത്തിൽ അയച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിച്ചത്, ഓട്ടോ ചാർജിൻ്റെ അത്ര ആയിട്ടുള്ളത്. അതേപോലത്തെ ഒരു ടെക്നോളജിയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാരം വേണമെങ്കിലും വഹിക്കാൻ കഴിയും. അതായത് വലിയ ഭാരം വരെ വഹിച്ചു കൊണ്ടുപോയി ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു രീതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആണവ പോർമുഖങ്ങളിൽ നിർണായക പങ്കായിരിക്കും വഹിക്കുക. ആണവായുധങ്ങൾ വഹിച്ചു കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അമേരിക്ക, റഷ്യ, ചൈന പിന്നാലെ ഇത്തരത്തിൽ ഹൈപ്പർസോണിക് വേഗതയിൽ ഒരു ആണവ ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇതിൽ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഭയന്ന് വരച്ചിരിക്കുക. കാരണം ഇത്രയും വലിയ അച്ചീവ്മെന്റ് നടത്തിയിരിക്കുക. ചൈന ഞെട്ടി. കാരണം ചൈന ഞെട്ടാനുള്ള കാരണം ഇതാണ്, മറ്റാർക്കും ഇല്ലാത്ത ടെക്നോളജി അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം സ്വന്തമായി അവർ വികസിപ്പിച്ചെടുത്ത കോടികൾ ചെലവാക്കിയ ഇന്ത്യ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, ഇന്ത്യ അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാവിധത്തിലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അവർ ഒന്നിനും ഇന്ത്യയുടെ അടുത്തേക്ക് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അവർക്കറിയാം ഇന്ത്യയുടെ ശക്തി എത്രമാത്രമാണെന്നും മോദി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പ്രതിരോധ രംഗത്തെ മാറ്റങ്ങളും. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഒരു UPA സർക്കാരിൻ്റെ കാലത്തെ പോലെ ഒന്ന് വരട്ടാൻ പോലും പാകിസ്ഥാൻ ഇനി ധൈര്യപ്പെടില്ല. അതായത് പാകിസ്ഥാനിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനോട് പോലും മുട്ടി പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി മുമ്പേ പ്രശ്നമുണ്ട്, അതിർത്തി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തിയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ. അവിടെ നിരന്തരമായിട്ട് പാകിസ്ഥാൻ സൈനികർ മരിച്ചുകൊണ്ടിരിക്കുക. അവർ 16 പേര് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 100 പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കൊക്കെ വെളിയിടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിധത്തിലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനോട് പോലും മുട്ടി നിൽക്കാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ആ അവസ്ഥയിലാണ് ഇന്ത്യ ഹൈപ്പർസോണിക് അച്ചീവ്മെൻറ്റുകൾ നടത്തുന്നത്. ഈ ഹൈപ്പർസോണിക് അച്ചീവ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോഴത്തേക്കും പാകിസ്ഥാൻ എന്ത് ചെയ്യാന്? സ്വന്തമായിട്ടൊരു നല്ല മിസൈൽ സിസ്റ്റം പോലും അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പാകിസ്ഥാന്റെ പുരോഗതിയും കാര്യങ്ങളും. അതേപോലെയാണ് ഇപ്പോഴും അവർ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഈ കാർഗിലിന്റെ ഒക്കെ ആ ഒരു സമയത്ത് നിൽക്കുന്നത് പോലെ അവർക്ക് എപ്പോഴും ഈ തീവ്രവാദം വളർത്തുക എന്നതിനപ്പുറം അല്ലാതെ മറ്റൊരു രാജ്യത്ത് പുരോഗതി കൈവരിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നോ യാതൊരു താല്പര്യവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വികസന സ്വപ്നങ്ങൾ പോലും അവർക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ആ സമയത്ത് വലിയ പേലോഡ് വഹിക്കുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ കണ്ടെത്തിയിരിക്കുന്നു, വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇത്രയും പുരോഗതി ഇന്ത്യയുടെ സൈനിക രംഗത്തുണ്ടാകുമ്പോൾ ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അഗ്നി 5 പോലും മിസൈൽ പോലും പാകിസ്ഥാന്റെ കയ്യിൽ സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേടെന്ന് പറഞ്ഞത്. നമ്മുടെ അഗ്നി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതൊക്കെ വളരെ ഏറ്റവും വലിയ ഇതാണ്. ഇപ്പോൾ പോരാത്തതിന് ബ്രഹ്മോസ് പോലുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഇത്രയും ശക്തമായ സർഫസ് ടു എയർ മിസൈലുകളാണ്. അതൊന്ന് ഈ പറയുന്ന ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ ആണിക്കല്ലായിട്ട് നിലനിൽക്കുന്ന ഒരു മിസൈൽ സിസ്റ്റമാണ്. ഇതൊന്നും പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവരിപ്പോഴും ഈ പറയുന്ന മിലിറ്റൻസിയുടെ പച്ചയിൽ മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഗതികേട്. അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ ഒരുപാട് ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇപ്പം ഒരുപാട് വാങ്ങുവാണ്. പല ഇതും അതിൻ്റെ റാഫേൽ വിമാനങ്ങളൊക്കെ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ സുസജ്ജമാക്കി നിർത്തുകയാണ് ഇന്ത്യൻ ഈ ഒരു പ്രതിരോധ രംഗത്തെ അതിൻ്റെ തിളക്കവും അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം രാജ്യം ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം ഈ പറഞ്ഞ പോലെ ഈ 4 രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഓരോ മിസൈലുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യ കൈക്കലാക്കുക എന്ന് പറയുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് പോലും അസൂയ ഉണ്ടാക്കുന്നൊരു നീക്കം തന്നെയാണ്. ട്രാക്ക് ടു ലിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇവർ ഈ പേലോഡ് വഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും വലിയ ദീർഘദൂരം, ദീർഘമായ ഭാരം, ഇതിനെയെല്ലാം വഹിച്ച് ആക്രമണം നടത്താൻ കഴിയും. അഗ്നി 5-ന് ഈ ആഫ്രിക്കയുടെ മധ്യഭാഗം വരെ, ആഫ്രിക്കയുടെ ഏതാണ്ട് മധ്യഭാഗത്തിനപ്പുറം വരെ കടന്നു ചെല്ലാനുള്ള കഴിവാണ് അഗ്നി 5-ലുണ്ടായിരുന്നത്. അത് അമേരിക്ക വരെ ഒന്നും എത്തില്ല, അത്രയും ദൂരമൊന്നുമില്ല. എന്നാൽ ഏഷ്യ പൂർണ്ണമായിട്ട് കവർ ചെയ്യും. അത്രയും വലിയ ഒരു സാങ്കേതിക സംവിധാനമാണ് അഗ്നി 5-ലുള്ളത്. അതിമാരകമാണ്. അവിടെയാണ് ഒരു പടി കൂടെ കടന്ന് അമേരിക്ക വരെ നമുക്കറിയില്ല കൃത്യമായിട്ട് അത്രയും, കാരണം ദൂരപരിധി വെളിയിട്ടില്ല. എങ്കിലും
ഈ ടെക്നോളജിയും അതിൻ്റെ ഒരു ശേഷിയും വെച്ചിട്ട് അമേരിക്ക വരെ ആക്രമണം നടത്താനും ഇന്ത്യയുടെ വജ്രായുധമായിരിക്കുന്ന ധ്വനി എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയുടെ കുതിച്ചുചാട്ടമാണ് ഡിഫൻസ് മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.